Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. So let's talk about your current situation. നിങ്ങളുടെ current situation എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്താണ് നിങ്ങൾ ലൈഫിൽ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഈ സമയം, എസ്പെഷ്യലി നിങ്ങൾ എങ്ങനെയാണ് ഈ സമയം നിങ്ങളുടെ ലൈഫ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അട്രാക്ട് ചെയ്ത്, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഈ സമയം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിലെന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്, എന്ത് ആക്ഷനാണ്, എന്തിനു വേണ്ടിയിട്ട് ഉള്ളൊരു ആക്ഷനാണ്. സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ആളുകൾ ചേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക, ലവ് ചേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. ഇൻസ്റ്റീഡ് ലൈക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഇമോഷണൽ കണ്ടീഷൻ, നിങ്ങൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ, നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ്, അത് നിങ്ങൾ കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ജെന്യൂൻ ആയിട്ട് ആഗ്രഹിക്കുന്ന എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം. പക്ഷേ നിങ്ങൾ കൂടുതൽ നിങ്ങളെ മനസ്സിലാക്കണം, നിങ്ങളുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കണം. ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഒരുപാട് സമയം ഒരു കാര്യത്തിന് വേണ്ടി ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി കംപ്ലീറ്റ്ലി ഒരു കാര്യത്തിൽ മേലെയാണ് പോകുന്നതെങ്കിൽ, റിലേഷൻഷിപ്പിലൊക്കെ ഡീൽ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. സോ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്, ഈ ഒരു സമയത്ത് ചില ആളുകൾ നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ ചില ബൗണ്ടറീസ് നിങ്ങൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം, അല്ലെ? ചില കാര്യത്തില് ചില ആളുകളുടെ ലൈഫിൽ നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. ചില ആളുകൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടായിരിക്കണം. ചില ആളുകൾക്കുള്ള ഒരു മെസ്സേജ് അതാണ്, നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങണം. ചില ഹെൽത്തി ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരുപാട് ശ്രമിക്കുന്നത്, അതിനെ പറ്റിയിട്ട് ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ലൈഫിൽ അട്രാക്ട് ചെയ്യാം, ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ എനർജി തന്നെയാണ് അതിൽ ഒരുപാട് നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ചില പ്ലേസിൽ നിങ്ങൾക്ക് റെസ്റ്റ് വേണം, നിങ്ങൾക്ക് കുറച്ച് സമാധാനം വേണം, നിങ്ങൾക്ക് ഫിസിക്കലി നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കണം, ഓക്കെ. നിങ്ങൾക്ക് തോന്നുകയാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. എസ്പെഷ്യലി നിങ്ങൾ വളരെ റെസ്റ്റ്ലെസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, കുറച്ച് റെസ്റ്റ് നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താന്നുള്ളത് അറിയാം. നിങ്ങൾക്ക് കുറച്ച് റെസ്റ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഗൈസ് റെസ്റ്റ് എടുക്കാം. സ്റ്റോപ്പ് ചേസിങ്, ഓക്കെ. നിങ്ങൾ ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് ചെയ്യുന്നതിന്റെ മാക്സിമം നിങ്ങൾ ചില കാര്യത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, എഫേർട്സ് എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കേണ്ട, ഓക്കെ. നിങ്ങളെ കുറച്ചുകൂടി കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനും കുറച്ച് റെസ്റ്റ് കൊടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ ഒരു നാച്ചുറൽ പ്രോസസ്സിൽ സംഭവിക്കാനുള്ള ഒരു ടൈം നിങ്ങൾ കൊടുക്കാം, ഓക്കെ. ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. കാരണം ഈ സമയത്ത് നിങ്ങൾ എന്തിനാണോ, സോറി ടു ടെൽ യു, ലൈക്ക് ചില ആളുകളെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ശ്രമിക്കുന്നത്, എസ്പെഷ്യലി റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ഓക്കെ. ആളുകളെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ആളുകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനാവശ്യമായിട്ടൊരു എഫേർട്സ് ആണ് അവിടെ എടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക, ഓക്കെ. അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ ലൈഫിൽ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സമയത്ത്, എസ്പെഷ്യലി ഈ ഒരു സമയത്ത്, ഞാൻ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അങ്ങനെ സാധിക്കില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ അതിന് അത്രയൊരു എഫേർട്ട് കൊടുക്കാതിരിക്കുക. എസ്പെഷ്യലി ആളുകൾ ഫിക്സ് ചെയ്യാനോ, ആളുകൾ ചേസ് ചെയ്യോ, റിലേഷൻഷിപ്പ് ചേസ് ചെയ്യോ, ലവ് ചേസ് ചെയ്യോ, അല്ലെങ്കിൽ ഇതുപോലത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്, ഓക്കെ. നിങ്ങളുടെ എഫേർട്സ് അവിടെ റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, ഓക്കെ. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്തെങ്കിലും ഒരു പുതിയ അവസരം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ സംഭവിക്കാതിരിക്കുന്നത് നിങ്ങൾ ചില കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ്, ഓക്കെ. സോ അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് നോക്കണം. കാരണം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത്
നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ എസ്പെഷ്യലി ചില കാര്യങ്ങള് ചില ആളുകളെ നിങ്ങളെടുത്തു നിന്നാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ക്ലാരിറ്റി ഉണ്ടാവുന്നില്ല, ഓർ ചില ആളുകൾ അവരായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ചേഞ്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വരേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ ഏതോ ഒരു തരത്തിലൊരു അട്രാക്ഷൻ വലിയ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതോ, ഓർ ചില ആളുകൾക്ക് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് തോന്നാണ് ചില കാര്യങ്ങള് നിങ്ങൾക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ അത് ബ്ലോക്ക് ആക്കി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് പ്രോബബ്ലി നിങ്ങളൊരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലാണ്, പക്ഷെ നിങ്ങൾക്ക് അത് ഒരു മാരേജിലേക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അതേസമയം നിങ്ങൾക്ക് മാരേജ് ഒക്കെ നോക്കേണ്ട ഒരു ടൈം ആയിരിക്കാം, നിങ്ങൾക്ക് വേറെയും ഒരുപാട് കാര്യങ്ങൾ വേറെയും അവസരം വരുന്നുണ്ടായിരിക്കണം. പക്ഷെ ഇതിലൊരു കൺഫർമേഷൻ ആവാത്തത് കൊണ്ട് നിങ്ങൾ ഇവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നതായിരിക്കാം. അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് വരേണ്ട നല്ല അവസരങ്ങള് ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ അത് ഡിലേ ആക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കുക. സോ നിങ്ങൾ ശ്രമിക്കുക, ചില കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ റൈറ്റ് ആയിട്ടുള്ള എഫേർട്സ് കൊടുക്കണം, നമ്മൾ അത് ഫിക്സ് ചെയ്യാൻ നോക്കണം. പക്ഷെ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും അവിടെ ഈക്വൽ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ റെസ്പോൺസ് അല്ലെങ്കിൽ എന്ത് സാഹചര്യം കൊണ്ടോ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യം സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടിക്കലി എടുക്കുക. കാരണം നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ചേഞ്ചസ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതും വളരെ സന്തോഷമായിട്ടുള്ള ചില ഇവന്റ്സിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ എൻഗേജ്മെന്റ് ആയിരിക്കാം, നിങ്ങളൊരു പുതിയ പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്നതായിരിക്കാം, ചില മാറ്റങ്ങൾ. അത് പ്രോബബ്ലി ചില ആളുകൾക്ക് നിങ്ങൾ പുതിയ കാര്യങ്ങളായിരിക്കാം, പുതിയ ആളുകളൊക്കെ ആയിട്ടായിരിക്കാം. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങൾ ഡീൽ ചെയ്യുന്ന റിലേഷൻഷിപ്പ് ഓർ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലേക്ക് നോക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ മാരിറ്റൽ പാർട്ട്ണർ, നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ്, അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം, അവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് എന്തിലേക്കാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അവിടെ നിങ്ങൾക്ക് ചില വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫേവർ ആയിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, നിങ്ങൾ ചില പ്ലേസിൽ വിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് എടുക്കണം, അതിന്റെ ഒക്കെ ഒരു സിറ്റുവേഷൻ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ അതിലേക്ക് കൂടുതൽ പ്രോഗ്രസീവ് ആയിട്ട് തന്നെ നിങ്ങൾ അതിലേക്ക് കണക്ട് ചെയ്യാം. കാരണം ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിൻ ചെയ്യുന്നുണ്ട്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിലേക്കാണ് നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടത്. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അപ്രൂവ് ആവുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ അപ്രൂവൽസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ആ ഒരു ഷെല്ലിൽ നിന്ന് പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ സ്റ്റോപ്പ് ബീങ് എ വിക്ടിം. ഓക്കെ, നിങ്ങളൊരു വിക്ടിം ആയിട്ട് ഇനി നിൽക്കാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സെന്റിമെന്റൽ ആയിട്ടുള്ള സ്റ്റോറി ഈ ഒരു സമയത്ത് കൊടുക്കരുത്. ഓക്കെ, ഒരു കാര്യങ്ങൾ നിങ്ങൾക്കൊരു സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയിൽ കൂടിയല്ല നിങ്ങൾ ഈ ഒരു സമയത്ത് പോകേണ്ടത്. ഗൈസ്, ഇറ്റ്സ് എ വെരി സ്ട്രോങ് മെസ്സേജ്. നിങ്ങൾ ഈ ഒരു സമയത്ത് സങ്കടപ്പെട്ടിട്ടോ ലോസ്റ്റ് ആയിട്ടോ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ടോ ഇരിക്കേണ്ട ഒരു ടൈം അല്ല. നിങ്ങളുടെ ലൈഫിൽ പല ഏരിയാസിൽ നിങ്ങൾ സക്സസ് ആവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സന്തോഷമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്റ്റേജിലാണ്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് അങ്ങനെ വളരെ സന്തോഷമായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം, പക്ഷെ ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ സംഭവിക്കുന്ന കാര്യമായിരിക്കാം, നിങ്ങളുടെ ഫാമിലിയിൽ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ചില ഇവന്റ്സ് സംഭവിക്കുന്നുണ്ടായിരിക്കണം, അല്ലെ? ഫാമിലിയിൽ അത്ര എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് അതിൽ ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്യാനും റീകണക്ട് ചെയ്യാനും പറ്റുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾ എന്തോ ഒട്ടും ആവശ്യമില്ലാത്ത ചില കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലേക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങൾ അങ്ങനെ ആരുടെ കൂടെയാണ്, എങ്ങനത്തെ ആളുകളുടെ കൂടെയാണ് നിങ്ങൾ വളരേണ്ടത്, അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് നിങ്ങൾ കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്താലും നിങ്ങൾക്കത് പ്രത്യേകിച്ച് ഒരു പേഴ്സണൽ ബെനിഫിറ്റ്സ് ഇല്ലാത്ത ആളുകളിലേക്കോ സിറ്റുവേഷനിലേക്കോ നിങ്ങളുടെ ടൈം എനർജി കൊടുക്കാതിരിക്കുക. ഇത് നിങ്ങൾക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. ഓക്കെ, സോ യു റിയലി നീഡ് ടു ഫോക്കസ് സംതിങ് വെരി ന്യൂ. ഓക്കെ, നിങ്ങൾക്ക് എന്തോ ഒരു പുതിയ കാര്യത്തിലേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പുതിയ ജോബ്, പുതിയ ഓപ്പർച്യൂണിറ്റി, പുതിയ ചേഞ്ച്, പുതിയ ഹാപ്പിനെസ്സിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പുതിയ കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഫൈനലി നിങ്ങൾ പുതിയ കാര്യത്തിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, സോ ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലും കൈൻഡ് ഓഫ്
തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ്. സോ അവിടുന്ന് അത് ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാത്ത ഒരു നിങ്ങൾ സ്പോയിൽ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾ വേറെ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് നിൽക്കാതിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ കുറച്ച് ക്വാളിറ്റി ഉള്ള കാര്യത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സങ്കടപ്പെടാം, നിങ്ങൾക്ക് കരയാം, പക്ഷെ അതൊരു റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യും. ഓക്കെ, സോ ചില ആളുകൾ ഉണ്ട്, നിങ്ങൾക്ക് ചില സിറ്റുവേഷനിൽ കൂടെ പോയിട്ട് നിങ്ങൾക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഇറ്റ്സ് ഓക്കെ, പക്ഷെ നിങ്ങൾ അവിടെ തന്നെ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കാതിരിക്കുക. എസ്പെഷ്യലി റിലേഷൻഷിപ്പ് കൊണ്ട് സഫർ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു ഫീലിങ്സ് എന്നാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, അത് ഇന്നൊരു ദിവസം എന്ന് മാത്രം എന്നുള്ളതല്ല, കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാൻ പോകുന്നുണ്ടായിരിക്കുക. ഇന്ന് നിങ്ങൾ അങ്ങനെ ആയിരിക്കാൻ പോകുന്നുണ്ടായിരിക്കുക, നാളെ നിങ്ങൾ അതേ കാര്യം തന്നെയാണ് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? സോ ഇൻസ്റ്റീഡ് സന്തോഷമായിട്ട് ചില കാര്യങ്ങളെ കണക്ട് ചെയ്യുക. നിങ്ങളുടെ കൺട്രോൾ അല്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ ആലോചിച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് എടുക്കാതിരിക്കുക. ചില കാര്യത്തിന്റെ ഒരു ചാർജ് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇറ്റ്സ് ലൈക്ക് പേഴ്സണലി പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടാവും, അല്ലെ? പക്ഷെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുന്ന സമയത്ത് ഓക്കെ, നമ്മൾ ആ ഒരു സങ്കടമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഫോക്കസ് ആവണം, അല്ലെ? അതാണ് ലൈഫ് ഡിമാൻഡ് ചെയ്യുന്നത്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾ ഈ ഒരു സമയത്ത് മാനസികമായിട്ട് പോകുന്ന പല ഒരു ഇമോഷണൽ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ സീരിയസ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യത്തിലേക്ക് അതൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒരു സൈഡോട്ട് വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു ടൈം എത്തുന്ന സമയത്ത് അതൊക്കെ സൈഡോട്ട് വെച്ചിട്ട് നിങ്ങൾ കുറച്ചുകൂടെ അതിലേക്ക് കണക്ട് ആയിട്ട് കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ട് നിൽക്കാം. ഓക്കെ, ആ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ നിങ്ങൾ എല്ലാ ഏരിയാസിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ കൊണ്ടുവെക്കാതിരിക്കുക. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ ചില ഇമോഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, മാറ്റാൻ പറ്റുന്നുണ്ട്, ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇതിന് മാത്രം എന്നുള്ളതല്ല, ഇതിലൂടെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്കും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആളുകൾക്ക് മാത്രം ഈ ഒരു സമയത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യാം. നിങ്ങളെ മറന്നിട്ട് നിങ്ങൾ ഓവറായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്തിട്ട് നിങ്ങൾ വേറെ ആളുകളെ രക്ഷിക്കാൻ നോക്കാതിരിക്കാം. ഓക്കെ, നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുന്നത് പോലെ എന്തെങ്കിലും ക്ലാഷസ് ഉണ്ടാവുന്ന സമയത്ത് ആദ്യം നമുക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുക, എന്നിട്ട് മാത്രമേ നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് വരാൻ പാടുള്ളൂ. സോ മറ്റുള്ള ആളുകളുടെ ഒരു സന്തോഷം ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് ആയിട്ട് നിങ്ങൾ നിൽക്കാതിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ കൊടുക്കുന്ന ഒരു ടൈം എഫേർട്സിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. സോ ചില ആളുകളെ സന്തോഷിപ്പിക്കുന്ന സമയത്ത്, ചില ആളുകളുടെ സ്റ്റോറി കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ അവസ്ഥ മറന്നു പോകരുത്. ഓക്കെ, അല്ലെങ്കിൽ ചില ആളുകളുടെ ലൈഫിൽ അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ ഡംപ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ആവരുത് നിങ്ങൾ. അവർക്കൊരു പ്രശ്നം വരുന്ന സമയത്തൊക്കെ നിങ്ങളടുത്ത് സംസാരിക്കുന്നത് അവർക്ക് സന്തോഷമായിട്ടുള്ള കാര്യമായിരിക്കാം, അവർക്ക് ഒരുപാട് റിലീഫ് ഉണ്ടാക്കുന്ന കാര്യമായിരിക്കാം. പക്ഷെ അതൊക്കെ ഡംപ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടേതായിട്ടുള്ള ലൈഫ് സന്തോഷമായിട്ട് പോകുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ആ ഒരു ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു കൺസിഡറേഷനും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്നേഹവും ആ ഒരു ഇമ്പോർട്ടൻസും പിന്നെ അവിടുന്ന് കിട്ടിക്കോളണമെന്നില്ല. പല ആളുകളും പല സിറ്റുവേഷനിൽ പോകുന്നതായിട്ട് ഉണ്ടാവുന്നുണ്ട്. കാരണം നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ചില ആളുകളായിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അത് ഈവൻ നിങ്ങളുടെ ടെലിപ്പത്തിക് ആയിട്ടുള്ള കോൺവെർസേഷൻ ആണെന്നുണ്ടെങ്കിലും എനർജറ്റിക് ആയിട്ടുള്ള കോൺവെർസേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുക, അതിൽ എൻകറേജ് ചെയ്യാതിരിക്കുക. അതാണ് നിങ്ങളുടെ എനർജിക്ക് നല്ലത്, നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ഈ സമയം കേൾക്കേണ്ട ഒരു മെസ്സേജ്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.